അതിരമ്പുഴ സ്വദേശി ജൈനമ്മയുടെ തിരോധാന കേസിൽ അന്വേഷണം നിർണായക ഘട്ടത്തിലാണ്. കേസുമായി ബന്ധപ്പെട്ട നിർണായക കണ്ടെത്തലാണ് പോലീസ് കഴിഞ്ഞ ദിവസം നടത്തിയത്. പ്രതി CM സെബാസ്റ്റ്യന്റെ കാറിൽ നിന്ന് കത്തി, ചുറ്റിക, ഡീസൽ മണമുള്ള കന്നാസ്, പേഴ്സ് എന്നിവ ക്രൈംബ്രാഞ്ച് സംഘം ഇന്നലെ രാത്രി കണ്ടെത്തി. വെട്ടിമുകളിൽ സെബാസ്റ്റ്യന്റെ ഭാര്യയുടെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ മിന്നൽ പരിശോധനയിലാണ് നിർണായകമായ തെളിവുകൾ കിട്ടിയത്. വീട്ടിൽ പാർക്ക് ചെയ്ത നിലയിലായിരുന്നു സെബാസ്റ്റ്യന്റെ കാറ്. പിടികൂടിയ 20 ലിറ്ററിന്റെ കന്നാസിൽ ഡീസൽ വാങ്ങിയതായാണ് സ്ഥിരീകരണം. സെബാസ്റ്റ്യന്റെ ചേർത്തലയിലെ വീട്ടിൽ നിന്ന് കത്തിക്കരിഞ്ഞ നിലയിൽ വാച്ചിന്റെ ഡയലും ചെരുപ്പുകളും കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. ഇതേസമയം മൊബൈൽ ഫോൺ കണ്ടെത്താനായില്ല. കോട്ടയത്തു നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘമാണ് കഴിഞ്ഞ രാത്രി വെട്ടിമുകളിലെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയത്. സെബാസ്റ്റ്യനെ കോടതി 7 ദിവസത്തേക്ക് കൂടി ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ഏറ്റുമാനൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി A. നിസാമാണ് കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചത്. പ്രതി സെബാസ്റ്റ്യൻ തന്നെയെന്നതിന് തെളിവുകളുണ്ടെന്നും കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമാണെന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരുന്നു. സെബാസ്റ്റ്യന്റെ ചേർത്തലയിലെ വീട്ടുവളപ്പിൽ നിന്ന് ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങൾ സ്ത്രീയുടേതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ജൈനമ്മയുടേതാണോ എന്ന് സ്ഥിരീകരിക്കാൻ DNA പരിശോധനാ ഫലവും മറ്റ് രാസപരിശോധനാ ഫലങ്ങളും ലഭിക്കണം. ജൈനമ്മയുടെ ഫോൺ കണ്ടെത്തണം. പ്രതിയുടെ മൊഴികളിൽ പലതും വിശ്വസിക്കാവുന്നതല്ലെന്നും ചില കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തണമെന്നും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പറഞ്ഞു. തറയിലും ഭിത്തിയിലുമായി കൂടുതലിടങ്ങളിൽ രക്തക്കറയുടെ സാന്നിധ്യവും കണ്ടെത്തിയിട്ടുണ്ട്. ഒരു ജോഡി റബ്ബർ ചെരുപ്പുകളും കിട്ടിയിരുന്നു. കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭനെ കാണാതായ കേസ് അന്വേഷിക്കുന്ന സംസ്ഥാന ക്രൈംബ്രാഞ്ചാണ് പോലീസ് സഹകരണത്തോടെ കൂടുതൽ പരിശോധനകൾ നടത്തിയത്. ഭൂമിക്കടിയിൽ 10 മീറ്റർ ആഴത്തിലുള്ള അസ്വാഭാവിക സാധനങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചായിരുന്നു തെരച്ചിൽ. പള്ളിപ്പുറത്തുള്ള സെബാസ്റ്റ്യന്റെ വീടിന്റെ തെക്കുഭാഗത്ത് 9 ഇടങ്ങളിലും വടക്ക് കിഴക്ക് ഭാഗത്ത് 3 ഇടത്തും കുഴിച്ച് പരിശോധിച്ചു. ഉച്ചയ്ക്ക് 12 മുതൽ 4 വരെയായിരുന്നു സെബാസ്റ്റ്യന്റെ വീട്ടിലെ പരിശോധന. തുടർന്നാണ് ചേർത്തല ശാസ്താംകവലയിലുള്ള റോസമ്മയുടെ വീട്ടുവളപ്പിലും ഇതേ സംവിധാനം ഉപയോഗിച്ച് പരിശോധനകൾ നടത്തിയത്. റോസമ്മയുടെ വീട്ടിൽ കോഴിയെ വളർത്താനായി കെട്ടിയ ഷെഡിൽ നിന്ന് റഡാറിൽ സിഗ്നൽ ലഭിച്ചിരുന്നു. എന്നാൽ ഇവിടം പൊളിച്ചു പരിശോധിക്കേണ്ട സാഹചര്യമില്ലെന്ന നിലപാടിലാണ് അന്വേഷണ സംഘം. കാണാതായ ഹൈറമ്മയുടെ അയൽവാസിയും കൂട്ടുകാരിയുമായിരുന്നു റോസമ്മ. 2011 ഐഷ എന്ന ഹൈറമ്മയെ കാണാതാകുന്ന കാലത്ത് ഇവർക്ക് സെബാസ്റ്റ്യനുമായി സൗഹൃദമുണ്ടായിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഐഷയെ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെടുത്തിയതിലും റോസമ്മയ്ക്ക് പങ്കുണ്ടായിരുന്നുവെന്ന് കരുതപ്പെടുന്നു. പണമിടപാടുകളിലും ഇവർക്ക് ബന്ധമുണ്ടായിരുന്നുവെന്നാണ് സൂചന. സൗഹൃദത്തിന്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത തന്നെ വിചാരണ ചെയ്യുകയാണെന്ന് റോസമ്മ പരാതിപ്പെട്ടിരുന്നു. ബന്ധുക്കൾക്ക് ചോറിൽ വിഷം കലർത്തി നൽകി 17-ാം വയസ്സിൽ തന്നെ ക്രിമിനൽ സ്വഭാവം പുറത്തുകാട്ടിയ വ്യക്തിയാണ് സെബാസ്റ്റ്യനെന്ന് സമീപവാസികൾ തെളിവുകൾ സഹിതം പോലീസിനോട് പറഞ്ഞു. ദുരൂഹ സാഹചര്യത്തിൽ 3 സ്ത്രീകളെ കാണാതായ കേസിൽ പ്രതിയായ സെബാസ്റ്റ്യന് പണ്ടുമുതലേ ക്രിമിനൽ സ്വഭാവം ഉണ്ടായിരുന്നുവെന്നാണ് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നത്. 50-ാം വയസ്സിലാണ് ഏറ്റുമാനൂരുകാരി സുബിയുമായുള്ള വിവാഹം സെബാസ്റ്റ്യൻ ചെയ്യുന്നത്. ശേഷം ഏറ്റുമാനൂരിലായിരുന്നു സെബാസ്റ്റ്യന്റെ താമസം. എന്നാൽ പകലും പല രാത്രികളിലും പള്ളിപ്പുറത്തെ വീട്ടിലെത്തുക പതിവായിരുന്നു. വിവാഹം കഴിഞ്ഞ 4-ാം വർഷമാണ് ആൺകുട്ടി സെബാസ്റ്റ്യന് ജനിച്ചത്. ഭാര്യയും മകനും ഏതാനും ദിവസം മാത്രമേ പള്ളിപ്പുറത്തെ വീട്ടിൽ താമസിച്ചിരുന്നുള്ളൂ. സൗമ്യനെന്ന് തോന്നുമെങ്കിലും പക തോന്നിയാൽ പല വഴികളിലൂടെ ആക്രമിക്കുന്നതാണ് സെബാസ്റ്റ്യന്റെ സ്വഭാവം. 10-ാം ക്ലാസ് വരെ പഠിച്ച ഇയാൾ പഠനശേഷം സ്വകാര്യ ബസ്സിൽ ക്ലീനറായും ടാക്സി ഡ്രൈവറായും ജോലി ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.